നമ്മുടെ ഒരു സഹോദരിക്ക് ഇങ്ങനെ വിഷമം വന്നാൽ നമ്മുടെയൊക്കെ വികാരവും വിഷമവും പ്രയാസവും എന്താണ് അതേ രൂപത്തിലുള്ള ഒരു സഹോദരിയല്ലേ നിമിഷപ്രിയ എന്ന് പറയുന്ന മനുഷ്യരാണ് അബദ്ധം സംഭവിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ 8 കൊല്ലങ്ങളായി യമൻ ജയിലിൽ തടവ ശിക്ഷ അനുഭവിക്കുന്ന നിമിഷപ്രിയയാണ്. നിമിഷപ്രിയ ഒരു സാധാ നേഴ്സ്. അവർ കുറേ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 2007 യമനിലെത്തി അവിടെ നേഴ്സായി ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം കല്യാണത്തിനായി നാട്ടി വരുന്നു. കല്യാണത്തിന് ശേഷം ഭർത്താവിനെയും യമനിലേക്ക് കൊണ്ടുപോകുന്നു. ഭർത്താവിന് അവിടെ ഒരു ചെറിയ ജോലി കിട്ടി. ആ ജോലി കൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് അവർക്ക് തോന്നിയ, അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ തോന്നിയ നിമിഷം അവരൊരു പുതിയൊരു ബിസിനസ്സിനെ പറ്റി ആലോചിക്കുന്നു. നിമിഷപ്രിയ നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ക്ലിനിക്ക് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. ആ ക്ലിനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു യമനിയെ ഇവർ പരിചയപ്പെടുന്നു. ആ യമനി ഇവരെ സഹായിക്കുന്നു. ആ യമനി കാരണം തന്നെ ഇവരുടെ ജീവിതം നാമാവിശേഷമായി മാറുന്നു. ആ ഒരു യമനിയെ കൊന്നതിൻ്റെ പേര് നിമിഷപ്രിയ കഴിഞ്ഞ 8 കൊല്ലങ്ങളായി യമൻ ജയിലിൽ. തെറ്റ് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഒരുപാട് വർഷങ്ങൾ നിമിഷപ്രിയ എന്ന നേഴ്സിനെ വളരെ ക്രൂരമായി ഉപദ്രവിച്ച ആ ഒരു യമനിയെ നിമിഷപ്രിയ തക്കം കിട്ടിയ സമയം ഇല്ലാതെയാക്കി. എന്നിട്ട് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. കാരണം അവളുടെ പാസ്പോർട്ട് വരെ അവൻ കവർന്നെടുത്തു. സ്വർണം, പണം എല്ലാം. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അവനെ കൊല്ലുക എന്നതല്ലാതെ. കൊന്നു, പക്ഷെ ജയിലിലായി. അവൾ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് തന്നെയാണ്. പക്ഷെ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവൻ അവന് തന്നെ വേണം, അല്ലെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന നിമിഷം, ക്രൂരതകൾ ഒരുപാട് ഏറ്റുവാങ്ങുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ചെയ്തു പോകാവുന്ന തെറ്റ്, അതാണ് നിമിഷപ്രിയ ചെയ്തത്. അതിൻ്റെ പേരിൽ കഴിഞ്ഞ 8 വർഷങ്ങളായി ജയിലിൽ. നാളെ 16-ാം തീയതി നിമിഷപ്രിയയുടെ തൂക്ക് നടക്കാനിരിക്കുകയായിരുന്നു, വധശിക്ഷ. പക്ഷെ ഇപ്പോൾ നമ്മുടെ കാന്തപുരം ഉസ്താദ് എല്ലാം ഇടപെട്ടിട്ട് താൽക്കാലികമായി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒന്ന് റദ്ദാക്കിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്കൊക്കെ തരിക വീഡിയോയ്ക്ക്. ഓൺ ടു ദ വീഡിയോ. എന്തായിരുന്നാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത മിക്കവാറും അത് ഒഴിവായി കിട്ടും എന്ന് തന്നെയാണ്. അതിനുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് ശക്തമായി പ്രസ്ഥാനം ഒന്നിച്ചിടപെടുന്നു. ഇനി ബ്ലഡ് മണ്ണ് കൊടുക്കേണ്ടി വന്നാൽ അതെല്ലാവരും ഒത്തൊരുമിച്ച് ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയണം, സന്തോഷിക്കാൻ കഴിയണം. ഈ ഗതി ലോകത്താർക്കും വരരുത് എന്നാണ് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹവും. സത്യം പറഞ്ഞ നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് ആർക്കും സംഭവിക്കരുതേ എന്ന് നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാം. കാരണം വേറെ ഒരു രാജ്യം, അവിടെ ചെന്ന് സ്വന്തമായ ഒരു ബിസിനസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, സ്വന്തം കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് അവരവിടെ പോയതും. അവിടെ നേഴ്സായിട്ട് ഇരുന്നിരുന്ന സമയത്ത് നാട്ടിൽ വന്ന് വിവാഹം കഴിച്ചു ഭർത്താവിനെയും അങ്ങോട്ട് കൊണ്ടുപോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ സ്നേഹം നടിച്ച് സഹായം ചെയ്യാം, നിങ്ങൾ നന്നായി വരൂ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിമിഷപ്രിയയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ ജീവിതത്തിലേക്ക് ഒരു യമനി കടന്നു വരുന്നു. അവൻ അവരോട് ചെയ്ത തെറ്റ്, വർഷങ്ങളോളം ആ ഒരു സ്ത്രീയെ അവൻ പീഡിപ്പിച്ചു. അവരെ വിവാഹം കഴിച്ചു മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ. അവരുടെ സ്വത്ത്, പണം എല്ലാം അവൻ തട്ടിയെടുത്തു. ഇങ്ങനെയുള്ളൊരു ക്രൂരത ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്താണെങ്കിലും നമുക്ക് ബാക്കിയും കൂടെയും കേൾക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. മതപരമായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ ഞാൻ ഈ ഒരു വീഡിയോയുടെയൊക്കെ അടിയിൽ കാണുന്നുണ്ട്. എന്തിന്? ആ ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ വന്നോട്ടെ. എങ്ങനെയെങ്കിലും. അവരുടെ അമ്മ, നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും യമനിലാണ്. എങ്ങനെയെങ്കിലും തൻ്റെ മകളെ ഒന്ന് രക്ഷപ്പെടുത്തി നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഈ മതം കുത്തി കയറ്റല്ലേ. എങ്ങനെയെങ്കിലും കാന്തപുരം ഉസ്താദ് വഴിയാണ് രക്ഷപ്പെടുന്നതെങ്കിൽ രക്ഷപ്പെടട്ടെ. അതിനെന്താണ് ഇത്ര തെറ്റ്? നമുക്ക് ബാക്കി കേൾക്കാം. അദ്ദേഹത്തിൻ്റെ വാപ്പ പണ്ട് കാലത്തെ ആ കുടുംബം അവിടുത്തെ ഭരണാധികാരികളുമായി അഭേദ്യമായ ബന്ധമുള്ള വ്യക്തിത്വമാണ്. ഞാൻ അവിടെ പല പ്രാവശ്യം അവിടെ എല്ലാ വർഷവും ഹിജരി വർഷം അനുസരിച്ച് അവസാനം അഥവാ ദുൽഹജ്ജ് 27, 28, 29, മുഹറം 1, 2 തീയതികൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും മഹാപണ്ഡിതന്മാർ, മഹാനായ ശൈഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദ് വിനീതിനൊന്നിച്ച് ഏകദേശം ഒരു
30 വർഷം മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട്. ആ ചെല്ലുമ്പോഴൊക്കെയും അവർ ലോകത്ത് നാനാ ദിക്കുകളിലും മറയപ്പെട്ട പണ്ഡിതനും പ്രമുഖരുമാണ്. അവർക്ക് ലോകതലത്തിൽ തന്നെ വലിയ സ്വാധീനവും ശക്തിയുമുള്ളവരാണ്. അവിടുത്തെ ഭരണകൂടവുമായി, അവിടുത്തെ ജഡ്ജിമാരിൽ, അതുപോലെ തന്നെ അവിടുത്തെ ഉന്നത തലങ്ങളിൽ അവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അവർ നിരന്തരം അതുമായി സംസാരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ച് മിക്കവാറും ഇത് ശരിയാകുമെന്ന് തന്നെയാണ്, ഒഴിവായി കിട്ടുമെന്ന് തന്നെയാണ്. ഒഴിവായി കിട്ടട്ടെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒഴിവായി കിട്ടട്ടെ. ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടെ. എത്ര കൊല്ലങ്ങളായി അവിടുത്തെ ജയിലിൽ കിടക്കുന്നു, എത്ര കൊല്ലങ്ങൾ. മതി, അവൾ ചെയ്ത തെറ്റിന് അവൾ അനുഭവിച്ചില്ലേ. പിന്നെ അവളെ ആ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യ സ്ത്രീയാണത്. എത്രയാണെന്ന് പറഞ്ഞ് സഹിക്കും ഒരുത്തൻ്റെ പീഡനം, എത്രയാണെന്ന് പറഞ്ഞ് ചെയ്തു പോയി അവള്. ഇപ്പോൾ ദാ നമ്മുടെ ഉസ്താദൊക്കെ ഇടപെട്ട്, നല്ല കാര്യം, നല്ല കാര്യം. ഇതിനകത്ത് ഞാൻ മതമോ മറ്റേതോ ഒന്നും വലിച്ചു കൂട്ടി ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം എടോ, ഇത് ഈ ഒരു വ്യക്തി, ഈ ഒരു ഉസ്താദ്, ഇപ്പൊ നമ്മളോട് ഈ സംസാരിക്കുന്ന ഉസ്താദ് തന്നെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. മനുഷ്യസ്ത്രീ അല്ലേ അത്? ഞാനും അത്രേ പറയുന്നുള്ളൂ. ഒരു മനുഷ്യ ജീവനല്ലേ അത്? ഹിന്ദു രക്ഷപ്പെടുത്തിയാലും, മുസ്ലിം രക്ഷപ്പെടുത്തിയാലും, ക്രിസ്ത്യൻ രക്ഷപ്പെടുത്തിയാലും, സിഖ്, ആര് വേണമെങ്കിലും, ആര് കാരണമായാലും രക്ഷപ്പെടട്ടെ. അങ്ങനെ ചിന്തിക്കുക എല്ലാവരും. ബാക്കി എല്ലാ നിലക്കും എല്ലാവരും ഈ സൂഫി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തന്നെ അവരിൽ ഭീകരവാദം, തീവ്രവാദം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ലോകത്തൊട്ടും ആദരിക്കപ്പെടുന്ന, അതിന് യൂറോപ്പ് രാജ്യങ്ങളിലാണെങ്കിലും US-ലാണെങ്കിലും എവിടെ ചെന്നാലും ലോകം ഒരു ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന വ്യക്തിയാണ്. അവിടുത്തെ ഉന്നത ഭരണകൂടങ്ങൾ അവരുമായി വലിയ ബന്ധത്തിലും സ്നേഹത്തിലുമാണ്. ആയതുകൊണ്ട് അവർ നിരന്തരം ഈ വിഷയത്തിൽ, സ്വാഭാവികമായും മനുഷ്യനറിയാമല്ലോ നടന്നെന്തെന്നുള്ളത്, അത് ഒരു വികാരം മനുഷ്യ സഹജമാണ്. പക്ഷേ അവരെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാൻ അല്പം ടൈം കിട്ടും. ഈ നീട്ടിവെക്കലൂടെ അത് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അതല്ലാതെ നമ്മളെ സംബന്ധിച്ച് ഇവരുടെ കുടുംബം, അതായത് നിമിഷപ്രിയ കൊന്ന ആ ഒരു യമനിയുടെ കുടുംബം ഇപ്പം ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. അതായത് പൈസ, നമ്മളതിൻ്റെ ബ്ലഡ് മണി അങ്ങനെ എന്തോ പറയും, അത് മേടിച്ചിട്ട് ഈ ഒരു സംഭവം ഒഴിവാക്കി, അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ അവരും കൂടെ മുന്നോട്ട് നിൽക്കാം. അതായത് അവരുടെ കുടുംബം ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇല്ലാതെയാക്കും. അതിനവർ റെഡിയാണ് എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ ഷെയ്ഖുന എന്നൊക്കെ ഈ ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഞാനും കേട്ടിട്ടുണ്ട് ഈ ഷെയ്ഖുനെ പറ്റിയിട്ടൊക്കെ. ഞാനൊരു ഹിന്ദു ആണ്, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു മതപണ്ഡിതനെയോ ഞാൻ വീണ്ടും അത് തന്നെയാണ് എടുത്ത് പറയുന്നത്, ഒരു മതത്തെയോ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തള്ളിപ്പറയേണ്ട ഒരു അവസരം വന്നിട്ടില്ല. ഇനി വരാതിരിക്കട്ടെ, അത്രേ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നുള്ളൂ. നമുക്ക് ബാക്കി കേൾക്കാം. ത്തോളം ഇപ്പോഴത്തെ സാഹചര്യം അതാണല്ലോ. ആ സാഹചര്യത്തെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ഇടപെടലുകളാണ് ഏറ്റവും പ്രായോഗികമായ മാർഗങ്ങൾ. ഇനി അത് നാളെ നീട്ടിവെച്ചു എന്നുള്ളത്, ഇനി അവരുമായി സംസാരിക്കാനും അത് കൂടുതൽ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കാര്യം എന്നുള്ള വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് അവരൊരു അഫ് അഥവാ മാപ്പ് നൽകി ഞങ്ങൾ ആ വധശിക്ഷ ഇല്ലാതെ ഞങ്ങൾ ബഡ്മണി കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഇത് നടക്കാവുന്നതേ ഉള്ളൂ. നടക്കും, കോടതിയിൽ അറിയിക്കണം, ഉണ്ടാവും. അഥവാ ഞങ്ങളുടെ പ്രസ്ഥാനം മഹാനായ ശൈഖുന സുൽത്താൻ. ഓക്കെ, കേട്ടല്ലോ ഉസ്താദ് പറയുന്നത്, നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഇപ്പൊ ഈ ഉസ്താദ് പറയുന്നത് അങ്ങനെ അവർ തീരുമാനിക്കട്ടെ, തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, വധശിക്ഷ ഇല്ലാതെയാവുമെന്നാണ്. പക്ഷെ കുറച്ചു മുമ്പ് ഞാനൊരു വാർത്തയിൽ കേട്ടു അവരങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അവർ ഓക്കെ ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യമാണോ എന്നറിയില്ല, മനസ്സിലായില്ലേ? പക്ഷെ അവരങ്ങനെ തീരുമാനിച്ചാൽ, ബ്ലഡ് മണി കൊണ്ട് ഓക്കെ വധശിക്ഷ വേണ്ട എന്ന് അവർ ഒപ്പിട്ട് കൊടുത്താൽ, നമ്മൾ ഇനിയും നമ്മുടെ കേരളം വീണ്ടും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയമായിരിക്കും അത്. കാരണം ബ്ലഡ് മണി എന്ന് പറഞ്ഞ് അവർ ചോദിക്കുന്നത് ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. അത് ചിലപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബത്തെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങി എന്ന് വരില്ല. ഉറപ്പായിട്ടും ആ ഒരു കുടുംബത്തെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരെ സഹായിക്കേണ്ടത്. കുറേ ആളുകൾ ഇപ്പോൾ പറയുമായിരിക്കും അവൾ തെറ്റ് ചെയ്തതിൻ്റെ പുറത്തല്ലേ. ഞാൻ വീണ്ടും പറയുന്നു, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ തെറ്റ് ചെയ്യാനുള്ളൊരു കാരണം, അവരുടെ ഒരു അവസ്ഥ, അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കുറച്ചും കൂടെ ഉള്ളൂ, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. കാന്തപുരം ഉസ്താദ് നിരന്തരം ഇവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനിയുള്ള ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആഗ്രഹം
മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും നിമിഷപ്രിയ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന് ആ കുടുംബത്തോടൊന്നിച്ച് സന്തോഷത്തോടുകൂടെ കഴിയാം. നമ്മുടെ ഒരു സഹോദരിക്ക് ഇങ്ങനെ വിഷമം വന്നാൽ നമ്മുടെയൊക്കെ വികാരവും വിഷമവും പ്രയാസവും എന്താണ് അതേ രൂപത്തിലുള്ള ഒരു സഹോദരിയല്ലേ നിമിഷപ്രിയ എന്ന് പറയുന്ന മനുഷ്യരാണ്. അബദ്ധം സംഭവിച്ചു, തെറ്റുകൾ സംഭവിച്ചു, ശരിയാണ്. എന്നിരുന്നാലും തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക എന്നാണല്ലോ ഇസ്ലാമിൻ്റെ തീരുമാനം. അപ്പം എന്തായിരുന്നാലും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാപ്പ് കൊടുക്കുക എന്നാണല്ലോ ഇസ്ലാമിൻ്റെ തീരുമാനം. അപ്പം എന്തായിരുന്നാലും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഉസ്താദെ, ഇസ്ലാമിൻ്റെ മാത്രമല്ല മനുഷ്യന്മാരുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ മനുഷ്യന്മാർ ചിന്തിക്കേണ്ട അങ്ങനെയാണ്. തെറ്റുകൾ നമുക്ക് എല്ലാവർക്കും പറ്റും. അത് പൊറുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അതല്ലേ വലുത്. എല്ലാ തെറ്റുകളും എന്ന് വെച്ചിട്ട് നമുക്ക് പൊറുക്കാൻ പറ്റണമെന്നുമില്ല. പക്ഷെ ഇവിടെ ഈ ഒരു തെറ്റ് യമനി ആ ഒരു നാടിന്, അല്ലെങ്കിൽ അവിടുത്തെ ആ മരണപ്പെട്ടവൻ്റെ കുടുംബത്തിന് പൊറുക്കാവുന്നതേ ഉള്ളൂ. കാരണം അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചത്. എന്തിന് ഈ ഒരു സ്ത്രീയെ ഒരു അടിമയെ പോലെ അവിടെ അവൻ നോക്കി, അല്ലെങ്കിൽ അവൻ കണ്ടു? എന്തിന്? അവൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കുടുംബത്തിന് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഉസ്താദ് ഈ നമ്മുടെ സഹോദരിയാണെങ്കിലും ശരി, നിമിഷപ്രിയ നമ്മുടെ ഒരു അങ്ങനെ എന്തോ ഒരു സാധനം പറയുന്നത് ഞാൻ കേട്ടു. മതം അത് നോക്കി സഹോദരിമാരെ തിരിക്കല്ലേ. എല്ലാവരും നമ്മുടെ സഹോദരിമാരാണ്, മനസ്സിലായില്ലേ? അല്ലാതെ ഇന്ന മതത്തിലെ ഇന്നയാൾ എൻ്റെ സഹോദരിയാണ്, അവരെ പോലെ തന്നെ ഞാൻ മറ്റേ ആ ഒരു ഡയലോഗിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഡയലോഗിൻ്റെ ആവശ്യമില്ല. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എനിക്ക് അങ്ങനെ തോന്നി, എനിക്കപ്പോൾ തോന്നിയൊരു കാര്യം ഞാൻ പറയുന്നു. എൻ്റെ അഭിപ്രായമാണല്ലോ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. വേറെ ഞാൻ ഇവിടെ ആരെയും കീറി മുറിക്കാനോ അങ്ങനൊന്നും അല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞ അവസാനത്തെ ആ ഒരു എന്തോ, പിന്നെ ഈ പ്രസ്ഥാനം, അതൊക്കെ എന്തിന്? ഇവിടെ അതൊന്നും അല്ല വേണ്ടത്. ഇവിടെ നിങ്ങളുടെ നമ്മുടെ ഉസ്താദ് കാണിച്ച ആ ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് വേണ്ടത്. മനുഷ്യൻ ആണെന്ന് കരുതി സഹായിക്കുക, ജാതി നോക്കി ആവരുത്, മനസ്സിലായില്ലേ? ആ ഉസ്താദ് അങ്ങനെ ചെയ്യാൻ മുന്നോട്ട് വന്ന ഉസ്താദ് ഒരിക്കലും അത് കണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉസ്താദ് നമ്മളോട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്താണെങ്കിലും ആ ഒരു സ്ത്രീ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ നാട്ടിലെത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.